പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി റെഡിയായതല്ല, രാവിലെ കോവിലിൽ പോയിട്ട് വന്നതാണ്. അങ്ങനെ പിന്നെ സ്വാഗതം പറഞ്ഞിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച്. പിന്നെ രാവിലെ എല്ലാവരും ചായയൊക്കെ കുടിച്ചാൽ ചായയൊന്നും കുടിച്ചില്ല, കോവിലിൽ പോയിട്ട് വന്നതുകൊണ്ട് ഇനിയേ ചായയൊക്കെ കുടിക്കത്തുള്ളൂ. പിന്നെ ഹായ്, എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് കാപ്പിക്ക് ഇട്ടേലാണ്, രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കോവിലിൽ പോയത്. വരുമ്പോൾ നന്നായിട്ട് വിശക്കും. രാവിലെ തൈറോയിഡിൻ്റെ ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് പോണത്. അപ്പം പിന്നെ വരുമ്പോൾ വിശന്ന് വരും. അപ്പം പിന്നെ തേയിലൊക്കെ ഇട്ട് വെച്ചിട്ട് പോകും. ഇട്ടേലയും ചമ്മന്തിക്കറിയും. ചില കഴിഞ്ഞു വാ. ചോറ് വയ്ക്കാൻ വേണ്ടി അരി എടുക്കാം. ഇന്ന് രാവിലെ വെച്ചില്ല ചോറ്, ഇപ്പോഴാണ് ചോറ് വയ്ക്കാൻ വേണ്ടി. ഇത്രയും അരി മതി. ബക്കറ്റ് ഇതിൻ്റെ അകത്ത് ഇട്ട് അങ്ങനെ കബോർഡിൻ്റെ അകത്ത് തന്നെ അരി കഴുകിയെടുക്കാം. രാവിലെ മഴ, വലിയ മഴയില്ല, ചെറിയ മഴയേ ഉള്ളൂ. അത് രാവിലെ ഞാൻ കോവിലിൽ പോയപ്പോഴേ മഴ തന്നെ. അതങ്ങനെ കൂടുന്നതുമില്ല കുറയണതുമില്ല, അങ്ങനെ തന്നെ നിൽക്കണം മഴ. കുറേ ദിവസം കൊണ്ട് മഴ ഇല്ലാതിരുന്നിട്ട് പിന്നെയും മഴ. തവിയെടുക്കാം. തവിയെല്ലാം അവിടെ കഴുകി ഇവിടെ ഇടാം. അപ്പം ചോറ് വെളിയിലാണ് അടുപ്പിൽ. വിറകുള്ളപ്പോൾ അടുപ്പിൽ വയ്ക്കും. പിന്നെ രാവിലെയൊക്കെ വെളുപ്പാങ്കല വയ്ക്കണമെങ്കിൽ ഗ്യാസ്. അങ്ങനെ ഇന്ന് കുറച്ച് ഇത്ര വിറകുണ്ട്, അതുകൊണ്ട് പിന്നെ ആ വിറവ് തീർന്നവരെ ഇടി. നീ എന്തിനാ അവിടെ മീനൊന്നും കഴിഞ്ഞില്ലേ? എപ്പോൾ ഇറങ്ങി താഴെ. അങ്ങനെ അരി ഇടട്ടെ. പോ ചിന്നു, പോ ഇറങ്ങി താഴെ. മീനൊന്നും ഞാൻ വാങ്ങിയില്ല. അങ്ങോട്ട് പോ, മീൻ വാങ്ങിയില്ല. പോ. ഇത് പാപ്പൂനൊക്കെ ചോറ് വയ്ക്കണേ. അതെവാ, കുറച്ച് അരിയുള്ളപ്പോൾ മംഗലത്തിൽ തന്നെ വയ്ക്കും. ഇട്ട് എനിക്ക് മംഗലത്തിൽ ചോറ് വയ്ക്കുന്നത് നല്ല ഇഷ്ടമാണ്. നമ്മൾ പണ്ടൊക്കെ എല്ലാം മംഗലത്തിൽ തന്നെ വയ്ക്കുമായിരുന്നു. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ മീൻ വയ്ക്കണതും ചോറ് വയ്ക്കണതും മരിച്ചിനി വയ്ക്കണതും എല്ലാം മംഗലം. ഇത് പാപ്പൂനിട്ട് ചോറ് വയ്ക്കണതെല്ലാം അവിടെ ഇരിക്കട്ടെ. നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് തീ നീക്കി കൊടുത്താൽ മതിയല്ലേ. കോവക്കിഴങ്ങിരിക്കണം. ഇനി കോവക്കിഴങ്ങ് അവിക്കണം. കുറേയൊക്കെ ഇങ്ങനെ അവിച്ചിരുന്ന് ശനിയാഴ്ചിരുന്ന് ഇത്രയിഞ്ഞ് ബാക്കി വെച്ചിരുന്നു. കുക്കറിൽ കൊള്ളൂലായിരുന്നു, അങ്ങനെ എടുത്ത് ബാക്കി വെച്ചത് ഇനി വേവിക്കണം. ഇനി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വേവിക്കാൻ വെച്ച് കുക്കറിൽ ഒരു 10 പീസിലൊക്കെ ആകുമ്പോൾ വേവും. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വെന്ത് വരും, ഇല്ലെങ്കിൽ കഴിക്കാൻ ഇതാവും. തിളയ്ക്കുമ്പോൾ അതെല്ലാം എടുത്ത് ഇതാവും.
കുക്കറിൻ്റെ ഇവിടുത്തെ ഇതേപ്പോഴത്തെ ഇതായി ഇളകിപ്പോയി, പിന്നീട് വയ്ക്കാനും പറ്റിയില്ല. പണ്ടേ ഉള്ള കുക്കർ. അവിടെ ഒന്ന് വേദത്ത് അവിയൽ വെക്കണം. ഇത്രയും മലക്കറിയുണ്ട്. കുറേ ദിവസമായി മലക്കറി ഫ്രിഡ്ജിലിരുന്നിട്ട് അങ്ങനെ മടിച്ച് അവിടെ വച്ചിരുന്ന്. തോരനൊക്കെ എളുപ്പത്തിന് തോരനും വെക്കാൻ വേണ്ടി പിന്നെ അതിന് ഇത്രയും അവിയൽ വെച്ച് അരിയട്ടെ. പുറത്ത് കൊണ്ട് വെച്ച് അരി. ഇവിടെ അമ്മയും മക്കളും കൂടെ എന്താണ് കുഞ്ഞുൻ്റെ പാലെല്ലാം ചിലങ്കയാണ് കുടിക്കുന്നത്. വേണ്ട, ചിന്നിന് ഒരു റെസ്റ്റ് ഇല്ല. രണ്ടും കൂടെ എപ്പോഴും പാൽ കുടിക്കുന്നേ. കുഞ്ഞുവിന് കൊടുക്കില്ലേ, കൂടുതലും ചിലങ്ക തന്നെ കുടിക്കുന്നത്. ചിന്നുവും ചിലങ്ക കുടിക്കുന്നത്. കുഞ്ഞിനെ വെളിയിലിട്ടിട്ട് ചിലങ്ക വിളിച്ചുകൊണ്ട് അകത്ത് വന്നു. ഡീ പാവാ, ചിന്നുവിന് കുറച്ച് റെസ്റ്റ് കൊടുക്കി. ഡീ ചിലങ്കേ എടി കുഞ്ഞു. ചിന്നു മിണ്ടാതെ കിടന്ന് ഉറക്കാം. അവർ രണ്ടുപേരും കൂടെ പണി തുടങ്ങണം അങ്ങ്. ഇടി ഇടി ആ കൊച്ചിന് ഇത്തിരി റെസ്റ്റ് കൊടുക്കടി എണീക്കടി. രാത്രി പാപ്പൂനെ അകത്ത് വിട്ട് പാപ്പൂടെ മൊത്തവും ചെളിയാക്കി. പിന്നെ ഞാൻ കുറേ പണിയായിരുന്നു ഇന്ന് രാവിലെ തൊട്ട്. എല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്ത് പാപ്പൂനകത്ത് വിട്ട് പിന്നെ പുറത്ത് പോയി ചെളിയിൽ കളിക്കും. പിന്നെ ഇവിടെ വന്ന് ചവിട്ട്. അങ്ങനെ എല്ലാം കഴുകി പിന്നെ വൃത്തിയാക്കിയിട്ട് കുറേ ദിവസമായി തുടച്ചിട്ട്. ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യണം. കാണുന്നുള്ള ഇത് ഞങ്ങളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബൈ.